ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന് തന്റെ പുത്രൻ ജാതനാവുകയും ആ പുത്രന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അവന്റെ ശരീരത്തിൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് അവൻ പീഡനമേൽക്കുമെന്ന ഒരു പദ്ധതി, ദൈവത്തിന്റെ ഈ പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് പുത്രൻ പറയുന്നു, പുത്രൻ പിതാവുമായി അവന്റെ സാദൃശ്യത്തിലായിരുന്നെങ്കിലും ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസരൂപമെടുത്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ പദ്ധതികൾ അത് എത്ര കടുപ്പമുള്ളതാണെങ്കിലും ആ കടുപ്പമുള്ള പദ്ധതികളോട് സഹകരിക്കുന്ന ഒരു ഹൃദയമാണ് മാംസള ഹൃദയം എന്ന് പറയുന്നത്. അതാണ് പുത്രന്റെ ഹൃദയം. ഹല്ലേലൂയ.